വീണ വിജയൻ പങ്കാളിയായ ലേക്കർ ഇന്ത്യ കോപ്പ് കടലാസ് കമ്പനിയാണ്. കോഴിക്കോട് പന്തീരങ്കാവിന് സമീപത്തെ വാടക കെട്ടിടത്തിലെ 1-ാം നിലയിലെ അടഞ്ഞുകിടക്കുന്ന ഒറ്റമുറിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന്റെ പേര് വെള്ളക്കടലാസിൽ പ്രിന്റ് ചെയ്ത് ഒട്ടിച്ച നിലയിൽ കണ്ടെത്തിയതാണ് കമ്പനിക്കെതിരെ കടലാസ് കമ്പനി എന്ന ആരോപണം ശക്തമാക്കിയത്. വാടക കരാർ എടുത്ത കെട്ടിട ഉടമയുടെ മൊഴി പ്രകാരം മെഡിക്കൽ ഉപകരണങ്ങൾ സൂക്ഷിക്കാൻ 3 വർഷം മുൻപ് മുറി വാടകയ്ക്കെടുത്തെങ്കിലും അവിടെ ലേക്കർ ഇന്ത്യ എന്ന സ്ഥാപനം പ്രവർത്തിച്ചതായി നാട്ടുകാർക്ക് അറിവില്ല. കൂടാതെ ഒളവണ്ണ പഞ്ചായത്തിന്റെ ലൈസൻസ് ഇല്ലാതെയാണ് കമ്പനി പ്രവർത്തിച്ചതെന്നും സാങ്കേതിക പ്രശ്നങ്ങളും വാടക കരാറിലെ പൊരുത്തക്കേടുകളും കാരണം അപേക്ഷ പഞ്ചായത്ത് തിരിച്ചയച്ചതായും റിപ്പോർട്ടുകളുണ്ട്. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട ED അന്വേഷണത്തിനിടയിലാണ് ഈ സ്ഥാപനത്തിന്റെ വിവരങ്ങൾ പുറത്തുവരുന്നത്. എന്നാൽ കമ്പനി കടലാസ് സ്ഥാപനമല്ലെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചാണ് പ്രവർത്തനം ആരംഭിച്ചതെന്നും പങ്കാളി ഡോക്ടർ അനീസ് കോഴമ്പത്ത് വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം ഒളവണ്ണ പഞ്ചായത്ത് ലൈസൻസ് നിലവിലില്ലെന്ന കാര്യവും കമ്പനി സ്ഥിരീകരിക്കുന്നുണ്ട്. ലൈസൻസിനായി നൽകിയ അപേക്ഷാ രേഖകളിലെ തിരുത്തലുകൾ ആവശ്യപ്പെട്ട് പഞ്ചായത്ത് തിരിച്ചയച്ചതാണെന്നും നിർദ്ദേശങ്ങൾ പാലിച്ച് അപേക്ഷ വീണ്ടും സമർപ്പിക്കുമെന്നും കമ്പനി വിശദീകരിക്കുന്നു. ലേക്കർ ഇന്ത്യ കോർപ്പിന്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് പ്രധാന കാരണം സ്ഥാപനത്തിന്റെ രേഖകളിലുള്ള പ്രവർത്തനങ്ങളും യഥാർത്ഥത്തിലുള്ള സംവിധാനങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ്. 2023 ലേക്കർ ഇന്ത്യ കോപ്പ് പങ്കാളിത്ത സ്ഥാപനമായി രജിസ്റ്റർ ചെയ്തെന്നാണ് രേഖകളിൽ നിന്നും വ്യക്തമാകുന്നത്. വീണ വിജയനും ഡോക്ടർ അനീസ് കോടമ്പിയത്തുമാണ് പങ്കാളികളായി രേഖയിലുള്ളത്. ഓഫീസ്, വെയർഹൌസ്, ഡിപ്പോ, റീറ്റെയിൽ, ഹോൾസെയിൽ, ബിസിനസ് തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് സ്ഥാപനത്തിന്റെ പ്രധാന പ്രവർത്തനങ്ങളായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഈ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വലിയ തോതിലുള്ള സംവിധാനങ്ങളോ വെയർഹൌസ് സൗകര്യങ്ങളോ ഒറ്റമുറി ഓഫീസിൽ പ്രകടമല്ല എന്നതാണ് സംശയങ്ങൾക്കിടയാക്കുന്നത്. അതേസമയം സ്ഥാപനത്തിന് ആവശ്യമായ എല്ലാ അനുമതികളും ഇല്ലെന്ന ആരോപണം പൂർണ്ണമായി അംഗീകരിക്കുന്നില്ല കമ്പനിയുടെ പങ്കാളി. GST രജിസ്ട്രേഷൻ, MSME, ഉദ്യം രജിസ്ട്രേഷൻ, ഭാവിയിലെ ഉൽപ്പന്ന വിപുലീകരണത്തിന്റെ ഭാഗമായി നേടിയ ഹോൾസെയിൽ ഫാർമസി ലൈസൻസ് തുടങ്ങിയ നിയമപരമായ അംഗീകാരങ്ങൾ നിലവിലുണ്ടെന്ന് ഡോക്ടർ അനീസ് പറയുന്നുമുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിയമപരമായ നിർദ്ദേശങ്ങൾ പാലിച്ചാണ് കമ്പനി ആരംഭിച്ചതെന്നും സുതാര്യമായ ബിസിനസ് രീതികളോടെയാണ് പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. എന്നാൽ പഞ്ചായത്ത് ലൈസൻസിന്റെ കാർത്തൽ ചിത്രം വ്യത്യസ്തമാണ്. ലേക്കർ ഇന്ത്യ കോർപ്പ് ഒളവണ്ണ പഞ്ചായത്തിൽ ലൈസൻസിനായി അപേക്ഷ നൽകിയിരുന്നെങ്കിലും രേഖകളിൽ തിരുത്തൽ ആവശ്യപ്പെട്ട് അപേക്ഷ തിരിച്ചയച്ചതായും കമ്പനി തന്നെ സമ്മതിക്കുന്നു. കമ്പനി രേഖകളിൽ പങ്കാളികളായി വീണ വിജയന്റെയും ഡോക്ടർ അനീസിന്റെയും പേരുകളുണ്ടെങ്കിലും വാടക കരാറിൽ ഡോക്ടർ അനീസിന്റെ പേര് മാത്രമാണ് ഉണ്ടായിരുന്നത്. വീണയുടെ പേര് കൂടി ഉൾപ്പെടുത്തണമെന്ന് പഞ്ചായത്ത് അധികൃതർ നിർദ്ദേശിച്ചതായാണ് വിവരം. ഈ രേഖാപരമായ പൊരുത്തക്കേടുകൾ പരിഹരിച്ച ശേഷം അപേക്ഷ വീണ്ടും നൽകാനാണ് കമ്പനിയുടെ നീക്കം. ഇവിടെയാണ് ലേക്കർ ഇന്ത്യ കടലാസ് കമ്പനിയാണോ എന്ന ചോദ്യത്തിന് കൂടുതൽ പ്രസക്തി ഉണ്ടാകുന്നത്. ഒരു സ്ഥാപനത്തിന് GST, MSE രജിസ്ട്രേഷൻ തുടങ്ങിയ രേഖകൾ ഉണ്ടായിരിക്കുന്നു എന്നത് മാത്രം അതിന്റെ യഥാർത്ഥ വ്യാപാര പ്രവർത്തനത്തിന്റെ വ്യാപ്തി തെളിയിക്കുന്നില്ല. അതേസമയം പഞ്ചായത്ത് ലൈസൻസ് ലഭിച്ചിട്ടില്ല എന്നതും ഒരു സ്ഥാപനത്തെ സ്വാഭാവികമായി കടലാസ് കമ്പനിയാക്കുന്നുമില്ല. യഥാർത്ഥത്തിൽ സ്ഥാപനം എന്ത് വ്യാപാരമാണ് നടത്തുന്നത്, എത്രത്തോളം പ്രവർത്തനം നടത്തുന്നുണ്ട്, സാമ്പത്തിക ഇടപാടുകൾ എന്തൊക്കെയാണ്, രേഖകളിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന പ്രവർത്തനങ്ങളുമായി അവ പൊരുത്തപ്പെടുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് നിർണായകം. ലേക്കർ ഇന്ത്യയുടെ കാര്യത്തിൽ ഈ ചോദ്യങ്ങൾക്ക് ഇപ്പോഴും പൂർണ്ണമായ ഉത്തരമില്ല. സ്ഥാപനത്തിന് ഉപഭോക്താക്കളുണ്ടെന്നും ബിസിനസ് പ്രവർത്തനം നടക്കുന്നുണ്ടെന്നും കമ്പനി അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ പുറത്തുവന്ന ദൃശ്യങ്ങളും രേഖകളെക്കുറിച്ചുള്ള വിവരങ്ങളും സ്ഥാപനത്തിന്റെ യഥാർത്ഥ പ്രവർത്തന വ്യാപ്തിയെക്കുറിച്ച് സംശയങ്ങൾ ഉയർത്തുന്നത് തന്നെയാണ്. എന്തായാലും വീണ വിജയന് വീണ്ടും ഒരു തലവേദനയായി മാറിയിരിക്കുകയാണ് ഈ ഓഫീസ് പ്രവർത്തനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവന്ന സാഹചര്യം. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ വിജയനുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ കൂടുതൽ പരിശോധിക്കുന്നുണ്ട്. വീണയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ലഭിച്ച രേഖകളിലൂടെയാണ് ലേക്കർ ഇന്ത്യ കോർപ്പിനെ കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടതെന്നാണ് റിപ്പോർട്ടുകൾ. സ്ഥാപനത്തിന്റെ സാമ്പത്തിക ഇടപാടുകളും പ്രവർത്തനങ്ങളും പങ്കാളിത്ത ഘടനയുമൊക്കെ ED പരിശോധിച്ച് വരികയാണ്.